എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 +1 എക്കണോമിക്സിൻ്റെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. 2 മാർക്കിന് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇതിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദരിദ്രരുടെ ഏതെങ്കിലും 4 സവിശേഷതകൾ എഴുതുക. ലിസ്റ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ. ദരിദ്രരുടെ ഏതെങ്കിലും 4 സവിശേഷതകൾ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. എന്തായിരിക്കും ദരിദ്രരുടെ സവിശേഷത? ഇപ്പൊ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ ദരിദ്രം ഉണ്ടായിരിക്കും. എന്നാൽ ഇവർക്ക് പൊതുവായിട്ട് ചില സവിശേഷതകളുണ്ട്. ഒന്ന് നിരക്ഷരത, വിദ്യാഭ്യാസമില്ലായ്മ, അനാരോഗ്യം, ആരോഗ്യമില്ലായ്മ, പോഷകാഹാരക്കുറവ്, അല്ലെ, നല്ല ഭക്ഷണം കിട്ടാത്തതിനുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടാറുണ്ട്. കടബാധ്യത, നല്ല രീതിയിൽ തൊഴിലുണ്ടാവില്ല. അപ്പൊ എന്താണ്, ഭക്ഷണത്തിന് അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആളുകളിൽ നിന്ന് പണം കടം വാങ്ങാറുണ്ട്. തൊഴിലില്ലായ്മ അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള പ്രത്യേകതയാണ്. തൊഴിലില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഈ ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങളൊക്കെ. ശുചീകരണം, ശുദ്ധജലം എന്നിവയുടെ അഭാവം, ശുചീകരണ സൗകര്യമില്ലായ്മ, ശുദ്ധജലം കിട്ടാത്തൊരവസ്ഥ, ഇതൊക്കെ എന്താണ് അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകതകളാണ്. ഭൂമി പോലുള്ള ആസ്തികളുടെ അഭാവം, വീടുകളൊന്നും ശരിക്കും ഉണ്ടാവില്ല അവർക്ക്. ഈ വീടുണ്ടെങ്കിൽ തന്നെ എന്താണ് വളരെ തുച്ഛമായിട്ടുള്ള ഭൂമിയിലുള്ള വീടുകളായിരിക്കാം, അല്ലാണ്ട് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ. ലിംഗവിവേചനം പ്രധാനമായിട്ടും അവരിൽ കാണപ്പെടുന്നതാണ് സ്ത്രീയും പുരുഷനും എന്നുള്ളത്. അവിടെ എന്താണ് സ്ത്രീകൾക്ക് യാതൊരുവിധ പ്രാധാന്യം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പം ദരിദ്രരുടെ പൊതുവായിട്ടുള്ള സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞുള്ളത്. ഗ്രാമങ്ങളിലും ദരിദ്രം ഉണ്ടായിരിക്കും, നഗരങ്ങളും ഉണ്ടായിരിക്കും. പൊതുവെ ഇവർക്കിടയിൽ കാണുന്ന ചില സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മണ്ണിന്റെ അപചയത്തിന് കാരണമാകുന്ന ഏതെങ്കിലും 2 കാരണങ്ങൾ ലിസ്റ്റ് ചെയ്യുക. മണ്ണ് മലിനമാവുക, ഇല്ലെങ്കിൽ മണ്ണ് കേടുവരിക. ഇതിന് ചില കാരണങ്ങളുണ്ട്. എന്തൊക്കെ ആയിരിക്കും? ഒന്ന്, വനനശീകരണം, കാടുകളും മറ്റൊക്കെ വെട്ടി നശിപ്പിക്കൽ എന്താണ് മണ്ണ് മലിനമാവുള്ള ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത്. വനഭൂമി കയ്യേറൽ, നമ്മൾ വനഭൂമിയെ കയ്യേറിയിട്ട് അവിടെ കൃഷി ചെയ്യാറുണ്ട്. കാടുകളും മറ്റൊക്കെ എന്താണ് കത്തി നശിപ്പിച്ചിട്ട് അവിടെ കൃഷി ചെയ്യാറുണ്ട്. അതൊക്കെ മണ്ണിന്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടുകയാണ്. പുനംകൃഷി, അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് കാടുകളും അല്ലെങ്കിൽ വനങ്ങളും കയ്യേറിയിട്ട് അവിടെ കൃഷി ചെയ്യുന്നത്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായിട്ടുള്ള ഉപയോഗം, രാസവളങ്ങളും കീടനാശിനികളും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് വഴി മണ്ണ് മലിനമാവുകയും അതിൽ ജീവിക്കുന്ന പല ജീവജാലങ്ങളും അത് വളരെ ദോഷമായിട്ട് ബാധിക്കാറുണ്ട്. മനുഷ്യനും അടക്കമുള്ളവയൊക്കെ ഇത് ബാധിക്കാറുണ്ട്. ഇഷ്ടിക നിർമ്മാണം, അതായത് ഇഷ്ടിക നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മേൽമണ്ണും എടുത്തിട്ടാണ് ഇഷ്ടിക നിർമ്മിക്കുക. പിന്നീട് എന്താണ്, അതിന്റെ താഴെയുള്ള മണ്ണ് ഫലപുഷ്ടമല്ലാത്തൊരു മണ്ണാണ്. അതാണ് നമ്മൾ പിന്നെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്താണ്, അവിടെ നല്ല രീതിയിൽ വിളവൊന്നും വരാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മണ്ണിന്റെ അപചയത്തിന്റെ കാരണമാകുന്ന കാരണങ്ങൾ. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനുള്ള ഏതെങ്കിലും 4 കാരണങ്ങൾ. ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ, അഥവാ കോഴ്സസ് ഓഫ് പോവർട്ടി. ലിസ്റ്റ് എനി 4 കോഴ്സസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇത് 4 മാർക്കിന് 5 മാർക്കിന് 8 മാർക്കിനൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ 2 മാർക്കിനാണ് ചോദ്യം വന്നതുകൊണ്ട് തന്നെ 4 പോയിന്റ് നമ്മൾ എഴുതിയാൽ മതി. എന്തായിരിക്കും ദാരിദ്ര്യത്തിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ? നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എങ്കിലും എന്താണ്, നമ്മൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്താന്നതിന്റെ രീതിയിൽ അതിന് പോയിന്റുകളൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. കുറഞ്ഞ വരുമാനം, അല്ലെ, വരുമാനം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. ആസ്തിയില്ലായ്മ, സ്വത്തില്ലാത്തൊരവസ്ഥ, വീടോ അല്ലെങ്കിൽ എന്താണ് സമ്പത്തില്ലാത്തൊരവസ്ഥ ദാരിദ്ര്യത്തിന് കാരണമാകും. തൊഴിലില്ലായ്മയാണ് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയൊരു കാരണം. അസമത്വം, അല്ലെ, അസമത്വം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് താഴ്ന്ന ജാതിക്കൊരു ഉയർന്ന ജാതിക്കാരുള്ള ഒരു വിവേചനം, അല്ലെ, സ്ത്രീയെ പുരുഷൻ എന്നുള്ള ഒരു വിവേചനമൊക്കെയാണ്. ഒറ്റപ്പെടൽ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, ആദിവാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചൂഷ്ദർ, അല്ലെ, പിന്നോക്ക വിഭാഗക്കാർക്കിടയിലുള്ള, അല്ലെ, താഴ്ന്ന വിഭാഗക്കാരെ നമ്മൾ അടിച്ചമർത്തുക. കുറഞ്ഞ സാമ്പത്തിക വളർച്ച, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും എന്താണ്, അതായത് കുറഞ്ഞ സാമ്പത്തിക വളർച്ചയും ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട്. നല്ലൊരു സാമ്പത്തിക വളർച്ചയുള്ള രാജ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുസരിച്ച് അതിൻ്റെ എല്ലാ ജനങ്ങൾക്കും അതിന് പങ്ക് കിട്ടാറുണ്ട്. അതായത് പ്രത്യേകിച്ച് താഴ്ന്ന വിഭാഗങ്ങൾക്ക് അടക്കം. ജനസംഖ്യാ സ്ഫോടനം, അമിതമായിട്ടുള്ള ജനസംഖ്യാ വർധനവ് തൊഴിലില്ലായ്മക്കും, അല്ലെ, മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, ഇതിനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പൊ ജനസംഖ്യ അമിതമായിട്ട് വർദ്ധിക്കുന്നതിന് ഇതിന് കാരണമാകും, ദാരിദ്ര്യത്തിന് കാരണമാകും. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തി മനസ്സിലാക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കാം. 8 മാർക്കിലൊക്കെ ചോദ്യമായതുകൊണ്ട് ഏകദേശം 10 പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഏകദേശം 8 പോയിന്റ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. 4 മാർക്കിനും 5 മാർക്കിനും 8 മാർക്കിനൊക്കെ ചോദ്യം വരികയാണെങ്കിൽ ഇവ ഓരോന്നും നിങ്ങൾ നല്ല രീതിയിൽ വിവരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4 കാരണങ്ങൾ ചോദിച്ചതുകൊണ്ട് നമ്മൾ ആ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഒരു പ്രൊജക്ട് നിർമ്മിക്കുന്നതിലെ ഏതെങ്കിലും 4 ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഒരു പ്രൊജക്ട് നിർമ്മിക്കാനുള്ള ഘട്ടങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ള 2 മാർക്കിന് ചോദ്യം ആയതുകൊണ്ട് 4 പോയിന്റ് എഴുതിയാൽ മതി. എന്നാലും നമ്മൾ ഇവിടെ ഏകദേശം എല്ലാ പോയിന്റുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം എക്സാമിന് 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളത് ഇവ ഓരോന്നും വിശദീകരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ 4 പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ആമുഖം, ഓരോ പ്രൊജക്ടിനും ഒരു ആമുഖം ഉണ്ടായിരിക്കും. പ്രശ്നാവതരണം, അല്ലെ നമുക്ക് കിട്ടിയിട്ടുള്ള സബ്ജക്ട് അതെന്താണ്, അതിനെക്കുറിച്ചുള്ള അതെന്താണ് സംഭവങ്ങൾ, അതിന്റെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാം. ലക്ഷ്യങ്ങൾ, അല്ലെ ഓരോ പ്രൊജക്ടിനും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. രീതിശാസ്ത്രം, മെത്തഡോളജി, അല്ലെ വിവര വിശകലനം, അതായത് തന്നിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ നല്ല രീതിയിൽ വിശദീകരിക്കാം. പഠനത്തിന്റെ പരിമിതികൾ, അതിന്റെ ലിമിറ്റേഷൻസ്, അല്ലെ അതിന്റെ പരിമിതികളൊക്കെ നമ്മൾ എടുത്തേണ്ടതായിട്ടുണ്ട്. നിഗമനം, അവസാനം നമ്മളൊരു കൺക്ലൂഷൻ എഴുതണം. ഒരു പ്രൊജക്ട് നിർമ്മിക്കുന്നതിലെ 4 ഘട്ടങ്ങളാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഏകദേശം എത്ര പോയിന്റുകളുണ്ട്, 7 പോയിന്റുകളുണ്ട്. 5 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ ഇവ ഫുള്ള് നമ്മൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും. എക്സാമിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഔപചാരിക മേഖല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വാട്ട് ഡു യു മീൻ ബൈ ഫോർമൽ സെക്ടർ? എക്സാമിന് ഒന്നെങ്കിൽ ചിലപ്പോൾ ഔപചാരിക മേഖല ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അനൗപചാരിക മേഖല ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഇവ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. 2 മാർക്കിന് 3 മാർക്കിനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ചോദ്യമാണ് ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയും താരതമ്യം ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ എന്താണ് ഔപചാരിക മേഖല, അല്ലെങ്കിൽ എന്താണ് അനൗപചാരിക മേഖല എന്നും ചോദിക്കാറുണ്ട്. ഔപചാരിക മേഖലയെ ഓർഗനൈസ്ഡ് സെക്ടർ അഥവാ സംഘടിത മേഖല എന്നും പറയാറുണ്ട്. അനൗപചാരിക മേഖലയെ അൺഓർഗനൈസ്ഡ് സെക്ടർ അഥവാ അസംഘടിത മേഖല എന്നും പറയാറുണ്ട്. ഇവിടെ ഔപചാരിക മേഖല എന്ന് പറഞ്ഞാൽ സ്ഥിരം ശമ്പളക്കാരെ ജീവനക്കാർ ഔപചാരിക മേഖലയിൽ പെടുന്നു. സംഘടിത മേഖല എന്നും അറിയപ്പെടുന്നു. എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും സംഘടിത മേഖല അഥവാ ഫോർമൽ സെക്ടറിൽ ഉൾപ്പെടും. എന്നാൽ അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ സ്ഥിരം ജീവനക്കാരിൽ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നമ്മൾ എന്തിനാണ് ഉൾപ്പെടുത്തുക? ഓർഗനൈസ്ഡ് സെക്ടർ അഥവാ സംഘടിത മേഖലയിൽ ഉൾപ്പെടുത്തുക. പ്രധാനമായിട്ടും അനൗപചാരിക മേഖലയിൽ എന്താണ് താൽക്കാലിക ജീവനക്കാരൊക്കെ അതോ കൂലിപ്പണിക്കാരൊക്കെയാണ് അസംഘടിത മേഖല അഥവാ ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ എന്താണ് അൺഓർഗനൈസ് സെക്ടറിലൊക്കെ ഉൾപ്പെടുക. എക്സാമിന് ചിലപ്പം സംഘടിത മേഖലയ്ക്കും അസംഘടിത മേഖലയ്ക്കും 2 എക്സാമ്പിൾ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. സംഘടിത മേഖല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജീവനക്കാരെ ഏതൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അധ്യാപകർ എഴുതാം, അതുപോലെ ഡോക്ടർമാരെ എഴുതാം, പിന്നെ അതുപോലെ എന്താണ് മറ്റൊരുപാട് ആളുകൾ നമുക്ക് എഴുതാവുന്നതാണ്. എന്നാൽ അനൗപചാരിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരെ, അല്ലെ വാഹനം ഓടിക്കുന്നവർ, ഇവരൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അനൗപചാരിക മേഖലയും ഔപചാരിക മേഖല എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എക്സാമിന് എന്തായാലും ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. റേഞ്ച് കണക്കാക്കുക, കാൽക്കുലേറ്റ് റേഞ്ച്. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റേഞ്ച് കാണാൻ വേണ്ടി. റേഞ്ച് എങ്ങനെ കാണാം? R = L - S. L എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് റേഞ്ച്, തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ. S എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഷോർട്ട് റേഞ്ച്, തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സംഖ്യക്കാണ് നമ്മൾ ഷോർട്ട് റേഞ്ച് അഥവാ S എന്ന് പറയുന്നത്. റേഞ്ച് കാണാനുള്ള സമവാക്യം എന്താണ്? R = L - S, അല്ലെ. L എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 70. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 10. അപ്പം L 70 എന്ന് കിട്ടി, S 10 എന്ന് കിട്ടി. അപ്പം എന്താണ്? L - S 70 - 10. R = റേഞ്ച് നമുക്ക് എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. ഇനി റേഞ്ചിന്റെ ഗുണാങ്കം ചിലപ്പോൾ ചോദിക്കാറുണ്ട് എക്സാമിന്. ഏതാണ്? L - S / L + S, കോഫിഷ്യന്റ് ഓഫ് റേഞ്ച്. കോഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 70 - 10 / 70 + 10, 60/80, അല്ലെ. അപ്പൊ എന്താണ്? അത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. അതായത് എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും ഗുണാങ്കം എന്ന് പറഞ്ഞാല്. ജൈവ കൃഷിയുടെ ഏതെങ്കിലും 2 നേട്ടങ്ങൾ എഴുതുക. റൈറ്റ് ഇനി 2 ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്, അല്ലെ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ. എന്താണ് ജൈവ കൃഷിയുടെ നേട്ടങ്ങൾ? നമുക്ക് എന്താണ്? നല്ല പോഷകാഹാരമൊക്കെ നമുക്ക് കിട്ടും. പരിസ്ഥിതി സൗഹാർദ്ദമാണ്, പരിസ്ഥിതിക്ക് യാതൊരുവിധ കോട്ടവും സംഭവിക്കില്ല. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വമ്പിച്ച അന്താരാഷ്ട്ര വിപണിയുണ്ട്, അല്ലെ, നല്ല വിലയും കിട്ടും. അതുപോലെ തന്നെ നല്ല കയറ്റുമതി ചെയ്യാനും നമുക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. പോഷക മൂല്യം ഉണ്ടായിരിക്കും. നമുക്ക് എന്താണ്? ഫലപുഷ്ടമായിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാവുന്നതാണ്. ജൈവ കൃഷിയുടെ നേട്ടങ്ങൾ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നല്ല രീതിയിൽ പഠിച്ചിട്ട് എന്താണ് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഒരു നല്ല ചോദ്യാവലിയുടെ ഏതെങ്കിലും 4 ഗുണങ്ങൾ എഴുതുക. റൈറ്റ് എനി 4 ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഒരു ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ചോദ്യാവലിക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ദീർഘിച്ചതാകരുത്, അല്ലെ. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഉള്ള ക്വസ്റ്റ്യൻ എന്താണ്? വളരെ വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യൻ ആയി പോകരുത്. പൊതുവായ ചോദ്യങ്ങൾ തുടങ്ങി പ്രത്യേക ചോദ്യങ്ങൾ എത്തണം, അല്ലെ. അതിനൊക്കെ ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഫസ്റ്റ് എന്ത് ചോദിക്കണം എന്നും അവസാനം എന്ത് ചോദിക്കണം, അല്ലെ, അതിന് ഉള്ളിലുള്ളൊക്കെ എന്തൊക്കെ ആയിരിക്കണം, ഇങ്ങനെ ഒരു ഓർഡറിനനുസരിച്ച് ചോദിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് തന്നെ പോയിട്ട് എന്താണ്
നമ്മൾ എന്താണ് താങ്കൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊന്നും ചോദിക്കാൻ പാടില്ല. ആദ്യ തുടക്കം എന്തായിരിക്കണം, അയാളുടെ പേര് ചോദിക്കണം. അതിനനുസരിച്ച് ചോദ്യങ്ങൾ. അവസാനത്തെ ചോദ്യം ഏതായിരിക്കണം എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ തീരുമാനിക്കണം. ചോദ്യങ്ങൾ അവ്യക്തത ഉള്ളതായിരിക്കരുത്. നല്ല കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ടല്ലേ, അല്ലെ അയാൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങളാകരുത്. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളായിരിക്കരുത് നമ്മൾ ഒരിക്കലും ചോദിക്കേണ്ടത്. കാരണം എന്താണ്, അയാളിൽ നിന്ന് നല്ല വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പം അതിനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ബദൽ ഉത്തരങ്ങൾ സൂചിപ്പിക്കുന്ന വിധത്തിലാകരുത്. അല്ലെ, നമ്മൾ ചോദ്യം ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉത്തരം കിട്ടുന്ന രീതിയിലായിരിക്കരുത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്താണ്, നമുക്ക് നല്ല രീതിയിലുള്ള ഉത്തരം എന്തായാലും അയാളിൽ നിന്ന് കിട്ടണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒരു ചോദ്യാവലിക്ക് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിനെ ഗുണാത്മകം, പരിമാണാത്മകം എന്നിങ്ങനെ വേർതിരിച്ചെഴുതുക. കാറ്റഗറൈസ് ദ ഫോളോവിംഗ് ഇൻടു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. എന്താണ് ക്വാളിറ്റേറ്റീവും എന്താണ് ക്വാണ്ടിറ്റേറ്റീവും എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഗുണാത്മകം എന്താണെന്നും പരിമാണാത്മകം എന്താണെന്നൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇവിടെ 4 പോയിന്റുകൾ തന്നിട്ട് അത് രണ്ടും തരംതിരിക്കാനാണ് പറഞ്ഞത്. നാഷണാലിറ്റി, വെയിറ്റ്, ജെൻഡർ, ഇൻകം. ദേശീയത, ഭാരം, ജെൻഡർ, വരുമാനം. ഇവയെ തരംതിരിക്കാനാണ് പറഞ്ഞുള്ളത്. ഗുണാത്മകം അഥവാ ക്വാളിറ്റേറ്റീവ്, പരിമാണാത്മകം അഥവാ ക്വാണ്ടിറ്റേറ്റീവ്. എന്താണ് ഗുണാത്മകവും അല്ലെങ്കിൽ എന്താണ് പരിമാണാത്മകം എന്ന് പറഞ്ഞാല്? ഗുണാത്മകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സവിശേഷതകൾക്ക് അനുസരിച്ചാണ് നമ്മൾ അളക്കുന്നത്. എന്നാൽ പരിമാണാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മള് അതായത് ചരങ്ങൾ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കുറച്ച് ഘടകങ്ങളെ നമ്മൾ ഗുണാത്മകമെന്നും എന്താണ് പരിമാണാത്മകമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഇവിടെ നാഷണാലിറ്റി, വെയിറ്റ്, ജെൻഡർ, ഇൻകം ഇതിൽ നമുക്ക് അളക്കാൻ കഴിയുന്നതുകൊണ്ട് അളക്കാൻ കഴിയാത്തതുകൊണ്ട്. നാഷണാലിറ്റി ദേശീയത നമുക്ക് പെട്ടെന്ന് അളക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താം. ഗുണാത്മകം ചില സവിശേഷത അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ. വെയിറ്റ് ഒരു വ്യക്തിയുടെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം നമുക്ക് അളക്കാൻ സാധിക്കും, അത് ഏതാണ് പരിമാണാത്മകമാണ്. ജെൻഡർ അല്ലെ സ്ത്രീയോ പുരുഷനോ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്, അത് പെട്ടെന്ന് നമുക്ക് അളക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് അതും നമ്മൾ ഇതിനാണ് ഉൾപ്പെടുത്തുക. ഇതിനാണ് ഗുണാത്മകത്തില്. ഇൻകം വരുമാനം അല്ലെ, അതായത് ഒരു വ്യക്തിന്റെ വരുമാനം നമുക്ക് പെട്ടെന്ന് അളക്കാൻ വേണ്ടി സാധിക്കും, അത് നമ്മൾ ഇതിനാണ് ഉൾപ്പെടുത്തുക. പരിമാണാത്മകം അതായത് ക്വാണ്ടിറ്റേറ്റീവിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുക. ഇപ്പം ഗുണാത്മകം എന്താണെന്നും പരിമാണാത്മകം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഗുണാത്മകം എന്ന് പറഞ്ഞാൽ ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിന്റെ സൗന്ദര്യം, ബുദ്ധിയൊക്കെ നമുക്ക് ഇതിലാണ് ഉൾക്കൊള്ളിക്കുക ഗുണാത്മകത്തിൽ, സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ. എന്നാൽ അതോ പരിമാണാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ ഹൈറ്റ്, വെയിറ്റ്, എന്താണ് അയാളുടെ ഏജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അളക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുക, പരിമാണാത്മകത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക. ലോക വ്യാപാര സംഘടനയുടെ 2 ലക്ഷ്യങ്ങൾ എഴുതുക. ഗോൾസ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടതെന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. എക്സാമിന് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ലോക വ്യാപാര സംഘടനയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം അല്ലെ, എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുക. ഇവിടെ 2 രാജ്യങ്ങൾ വ്യാപാരം ചെയ്യുന്നതിന് പകരം എല്ലാ രാജ്യങ്ങളും തമ്മിൽ പരസ്പരം എന്താണ് വ്യാപാരം ചെയ്യണം. ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കല്, അതാണെന്ന് പറഞ്ഞാല്. വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യല്, അതായത് വ്യാപാരം ഇപ്പോൾ രാജ്യത്ത് കയറ്റുമതി ഇറക്കുമതിയിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, താരിഫ്, കോട്ട പോലെ സംഭവങ്ങളൊക്കെ. ആ ഒരു നിയന്ത്രണങ്ങളൊക്കെ നീക്കം ചെയ്യാം. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള സേവന വ്യാപാരങ്ങളെയും വ്യാപാരത്തിൽ ഉൾപ്പെടുത്തി അല്ലെ. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ളതിലൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി വ്യാപാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വയം സഹായ സംഘങ്ങളുടെ 2 നേട്ടങ്ങൾ എഴുതുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്വയം സഹായ സംഘങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൂട്ടം ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു സംഘം രൂപീകരിക്കുകയും ഇന്ന് എന്താണ് മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുടുംബശ്രീ, അയൽക്കൂട്ടൊക്കെ അതിന് പ്രധാനമായിട്ടുള്ള ഉദാഹരണമാണ്. പിന്നെ ഒന്നിലധികം വ്യക്തികൾ ചേർന്നിട്ട് സ്വന്തമായിട്ട് സംരംഭം ആണുങ്ങൾ പുരുഷന്മാരൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവർ ഒന്നിച്ച് ചേർന്ന് ബാങ്കിലും മറ്റും എന്താണ് ഒരു നിശ്ചിത എമൗണ്ട് പണം നിക്ഷേപിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തുക, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക. ഇവർ സംഘം രൂപീകരിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നൊക്കെ കുറഞ്ഞ നിരക്കിൽ ഇവർക്ക് വായ്പ കിട്ടും. കാരണം ഒരു നിശ്ചിത എമൗണ്ട് ഒരു ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാറുണ്ട്. മെമ്പർമാര് സമ്പാദ്യശീലം വളർത്തല് അല്ലെ, എല്ലാ മെമ്പർമാരും സമ്പാദ്യശീലം വളർത്തിയെടുക്കുക. ഒരുപാട് വനിതാ സംഘങ്ങൾ രൂപം കൊണ്ടു അല്ലെ. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണപ്പെടുന്ന സംഘ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് വനിതാ സംഘങ്ങൾ രൂപം കൊണ്ടുള്ളത്. കൂട്ടമായി സ്വയം തൊഴിൽ കണ്ടെത്തി, കുടുംബശ്രീ, അയൽക്കൂട്ടം അല്ലെ. ഒന്നിലധികം ആൾക്കാർ കൂടി ചേർന്നിട്ട് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താണ്. ഇതൊക്കെയാണ് സ്വയം സഹായ സംഘങ്ങളുടെ നേട്ടങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കല്, നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. പൈലറ്റ് സർവേയുടെ 2 നേട്ടങ്ങൾ. എന്താണ് പൈലറ്റ് സർവേ? ലിസ്റ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് പൈലറ്റ് സർവേ. നിങ്ങൾ പൈലറ്റ് സർവേനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. എക്സാമിന് 2 മാർക്കിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1 മാർക്കിന് ഈ ചോദ്യം വരാറുണ്ട്. പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റനെയർ തയ്യാറാക്കി കഴിഞ്ഞാൽ
ആ ഒരു ക്വസ്റ്റ്യനാറിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ പോരായ്മകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതൊരു പരീക്ഷണമായിട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ നടത്താറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപന മുന്നിൽ നമ്മൾ എന്താണ് ആ സർവേ ഒന്ന് ആ ചോദ്യങ്ങളൊന്ന് ചോദിക്കാറുണ്ട്. ഇതിനാണ് നമ്മൾ പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ചോദ്യങ്ങളിൽ വരുന്ന തെറ്റുകൾ തിരുത്താൻ സാധിക്കും. ചോദ്യങ്ങളുടെ എണ്ണം ക്രമപ്പെടുത്താം. ചോദ്യങ്ങളുടെ വ്യക്തത, സമയം, ചിലവ് എന്നിവയെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പൊ പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മൾ നിർമ്മിച്ച ചോദ്യാവലി മറ്റൊരാളടുത്ത് ചെന്നിട്ട് നമ്മളൊരു പരീക്ഷണ രീതിയിൽ അയാളൊരു ഇന്റർവ്യൂവിന് വിധേയമാക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ചോദ്യങ്ങൾ തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ പോരായ്മകളുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് പൈലറ്റ് സർവേ എന്ന് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു ചോദ്യാവലി മുൻകൂട്ടി രീതിയിലുള്ള ഒരു പരിശോധനക്കാണ് പരീക്ഷണ സർവേ അല്ലെങ്കിൽ പൈലറ്റ് സർവേ എന്ന് അറിയപ്പെടുന്നത്.